ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സനാസ് എച്ചു ടിപ്സ്. LP-UPയുടെ സൈക്കോളജി മോക്ക് ടെസ്റ്റാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു മോക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ട്, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടെ കാണുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഒരു കുഞ്ഞു മോക്ക് ടെസ്റ്റിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സാമൂഹിക സൂക്ഷ്മദർശിനി സോഷ്യൽ മൈക്രോസ്കോപ്പ് എന്ന് വിശേഷിപ്പിക്കുന്നത് ഏത് മനഃശാസ്ത്ര പഠന രീതിയാണ്? ഓപ്ഷൻസ് നോക്കാം. കേസ് സ്റ്റഡി, ക്രിയാ ഗവേഷണം, പരീക്ഷണ രീതി, നിരീക്ഷണ രീതി. ആൻസർ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് അല്ലേ, കേസ് സ്റ്റഡി ആണ്. സാമൂഹിക സൂക്ഷ്മദർശിനി സോഷ്യൽ മൈക്രോസ്കോപ്പ് എന്ന് വിശേഷിപ്പിക്കുന്നത് കേസ് സ്റ്റഡീനെയാണ്. അപ്പോൾ ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഒരു ഇൻഡെപ്ത് സ്റ്റഡിയാണ് വരുന്നത് അല്ലേ. അതുകൊണ്ടാണ് നമ്മൾ മൈക്രോസ്കോപ്പ്, സോഷ്യൽ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് മാർഗമാണ് പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ഉപയോഗിക്കുന്നത്? സാങ്കേതിക സമീപനം, വ്യക്തിഗത ബോധന സമീപനം, ബഹു ഇന്ദ്രിയ സമീപനം, മുകളിൽ സൂചിപ്പിച്ചവരെല്ലാം. അപ്പോൾ ഇതിൽ ഏതാണ് വരുന്നത്? അപ്പോൾ നമുക്കറിയാം ഓപ്ഷൻ ഡി ആണ് ഇതിൽ വരിക അല്ല, മുകളിൽ സൂചിപ്പിച്ചവയെല്ലാം തന്നെ വരും. കാരണം എന്താണ്, ഒരു പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടിയുടെ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ അവിടെ ടെക്നോളജിക്കൽ അപ്രോച്ച് വരണം, ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് അവിടെ കൊടുക്കണം. ഞാൻ മൾട്ടി സെൻസറി അല്ലെങ്കിൽ ബഹു ഇന്ദ്രിയ സമീപനം ഇതെല്ലാം തന്നെ ഉൾക്കൊള്ളിച്ച് കൊള്ളുമ്പോഴാണ് അത് കൂടുതൽ എഫക്റ്റീവ് ആവുന്നത്. സോ ഈ തന്നതെല്ലാം നമുക്ക് പറയാം. സോ ഓപ്ഷൻ ഡി ആണ് മുകളിൽ സൂചിപ്പിച്ചവയെല്ലാം. അടുത്ത് നോക്കൂ. പഠനവേളയിൽ ടീച്ചർ ഓരോ കുട്ടിയുടെയും നിലവാരത്തിനനുസരിച്ചുള്ള സഹായങ്ങൾ, മാർഗനിർദ്ദേശങ്ങൾ എന്നിവ നൽകുന്നതിനെ എങ്ങനെ വിശേഷിപ്പിക്കാം? സഹായിക്കൽ, കൈത്താങ്ങ് നൽകൽ എന്നാണ്. കൈത്താങ്ങ് നൽകൽ, പരുവപ്പെടുത്തൽ, പ്രബലനം നൽകൽ. ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? അവരെ അസിസ്റ്റ് ചെയ്യുക അല്ലേ. ദാറ്റ് മീൻസ് അവിടെ കൈത്താങ്ങ് നൽകുക, സ്കഫോൾഡിംഗ് ആണ് വരുന്നത്. ഓപ്ഷൻ ബി ആണ്. ഇനി അടുത്ത് നോക്കൂ. പ്രതിക്രിയ അധ്യാപനം, റെസിപ്രോക്കൽ ടീച്ചിങ് ഏത് മനഃശാസ്ത്രജ്ഞ സിദ്ധാന്തം അനുസരിച്ചാണ് രൂപീകരിച്ചിട്ടുള്ളത്? വൈഗോട്സ്കി, പിയാഷെ, ബ്രൂണർ, പാവ്ലോ. പ്രതിക്രിയ അധ്യാപനം, റെസിപ്രോക്കൽ ടീച്ചിങ് എന്ന് പറയുന്നത് ആരുമായി ബന്ധപ്പെട്ടത്? നമ്മുടെ വൈഗോട്സ്കിയുടെ ഒരു കൺസെപ്റ്റാണ്, വൈഗോട്സ്കിയുമായി ബന്ധപ്പെട്ടതാണ്. ഇനി അടുത്തത് നോക്കാം. താഴെ പറയുന്നവയിൽ സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദത്തിൻ്റെ, സോഷ്യൽ കൺസ്ട്രക്റ്റിവിസത്തിൻ്റെ പിൻബലം ഇല്ലാത്ത പഠനരീതി ഏത്? സംഘപഠനം, സഹവർത്തിത പഠനം, ആവർത്തിച്ച് ഉരുവിട്ട് പഠിക്കൽ, സംവാദാത്മക പഠനം. ശ്രദ്ധിക്കുക, ഇല്ലാത്തത് എന്നാണ്. സോഷ്യൽ കൺസ്ട്രക്റ്റിവിസവുമായി ബന്ധമില്ലാത്ത ഒരു പഠന രീതിയാണ്. അപ്പോൾ ഏതാണ് വരിക? ആൻസർ ഓപ്ഷൻ സി ആണ് അല്ല, ആവർത്തിച്ച് ഉരുവിട്ട് പഠിക്കൽ. അപ്പോൾ ഗ്രൂപ്പ് ലേണിംഗ്, കൊളാബറേറ്റീവ് ലേണിംഗ്, അതുപോലെ തന്നെ ഈ ഡയലോജിക്കൽ ലേണിംഗ് എന്നൊക്കെ പറയുന്നത് ഏതാണ്? ഈ സംഘപഠനം, സഹവർത്തിത പഠനം, സംവാദാത്മക പഠനം എല്ലാം തന്നെ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസത്തിൽ പറയുന്ന ഒരു പഠന രീതിയാണ് കേട്ടോ. അപ്പോൾ റിപ്പീറ്റേഷൻ അല്ലെങ്കിൽ ബൈഹാർട്ട് ചെയ്യുക, ആ ഒരു രീതിയൊക്കെ വരുന്നത് നമ്മുടെ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസത്തിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. സോ ആവർത്തിച്ച് ഉരുവിട്ട് പഠിക്കലാണേ. ഇനി അടുത്തത് നോക്കാം. സർഗാത്മകതയുടെ, ക്രിയേറ്റിവിറ്റി അടിസ്ഥാനം എന്ന് വിശേഷിപ്പിക്കുന്ന ചിന്താ പ്രക്രിയ ഏത്? വിവ്രജിത ചിന്തനം, ഡൈവേർജൻ തിങ്കിങ്, സംവ്രജന ചിന്തനം, കൺവേർജൻ തിങ്കിങ്, യുക്തിചിന്ത, റീസണിങ്, നിഗമന ചിന്ത, ഡിഡക്റ്റീവ് തിങ്കിങ്. ക്രിയേറ്റിവിറ്റിയുടെ ബേസിസ് ആയിട്ട് പറയുന്നത് ഏതാണ്? ഏത് ടൈപ്പ് തിങ്കിങ് ആണ്? ഒരു ഡൗട്ടും വേണ്ട, ഡൈവേർജൻ തിങ്കിങ് ആണ് അല്ലേ, വിവ്രജിത ചിന്തനമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ ശിശുക്കളുടെ പഠനത്തിൽ അടിസ്ഥാനമാക്കേണ്ട ആശയങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ശിശു കേന്ദ്രീകൃതം, പരിസരബന്ധിതം, പ്രവർത്തനാധിഷ്ഠിതം, ലിംഗപരിഗണന. അപ്പോൾ ഇതിലേതാണ് ആശയങ്ങൾ ഉൾപ്പെടാത്തത് എന്നാണ്? ശിശുക്കളുടെ പഠനത്തിൽ അടിസ്ഥാനമാക്കേണ്ട ആശയങ്ങൾ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, ലിംഗപരിഗണന. അപ്പോൾ നമ്മൾ കുട്ടികളുടെ എഡ്യൂക്കേഷനുമായി റിലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ അത് എപ്പോഴും എന്താണ്, സ്റ്റുഡൻറ് സെൻറ്റർഡ് അല്ലെങ്കിൽ കുട്ടിയെ കേന്ദ്രീകരിച്ചായിരിക്കണം. അവിടെ എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ പരിസരത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ദെൻ എന്തായിരിക്കണം? ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിരിക്കണം, പ്രവർത്തനനിഷ്ഠിതമായിരിക്കണം പഠനം എന്ന് പറയുന്നത്. സോ അവിടെ ലിംഗപരിഗണനയൊന്നും അവിടെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യമില്ല അല്ല, അതുകൊണ്ടാണ് ലിംഗപരിഗണനയാണ് ആൻസർ വരുന്നത്.
ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ജില്ലാ ശാസ്ത്രമേളയിൽ 1ാം സ്ഥാനം നേടുക എന്ന ലക്ഷ്യത്തോടെ മനു സയൻസ് വർക്കിംഗ് മോഡൽ നിർമ്മിക്കുകയാണ്. മനുവിൻ്റെ ഈ സ്വഭാവം എന്തിനെ സൂചിപ്പിക്കുന്നു? ആന്തരിക പ്രേരണ, ബാഹ്യ പ്രേരണ, വർക്കിംഗ് മോഡലുടെ താല്പര്യം, ശാസ്ത്ര വിഷയങ്ങളോടുള്ള ഇഷ്ടം. ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ് അല്ലേ, ബാഹ്യ പ്രേരണയാണ്. അപ്പോൾ ജില്ലാ ശാസ്ത്രമേളയിൽ 1ാം സ്ഥാനം നേടുക അല്ലേ, എന്താണ് ലക്ഷ്യം? എന്താണ്? 1ാം സ്ഥാനം നേടിയെടുക്കാൻ വേണ്ടിയാണ് കുട്ടി എന്ത് ചെയ്യുന്നത്? മനു സയൻസ് വർക്കിംഗ് മോഡൽ നിർമ്മിക്കുന്നത്. സോ അവിടെ എന്താണ്? അവിടെ എക്സ്റ്റേണൽ മോട്ടിവേഷൻ ആണ് അല്ലേ. സോ അത് ബാഹ്യ പ്രേരണയാണ് വരുന്നത്. ഇനി പഠിക്കാൻ മിടുക്കനായിരുന്ന ആദർശ് കുറച്ച് നാളുകളായി പഠനത്തിൽ തീരെ ശ്രദ്ധിക്കുന്നില്ല. പതിവായി വൈകിയാണ് ക്ലാസ്സിലെത്തുന്നത്. എപ്പോഴും ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നു. ആദർശിൻ്റെ ഈ സ്വഭാവ വ്യതിയാനത്തെക്കുറിച്ച് പഠിക്കാൻ ഏറ്റവും അനുയോജ്യമായ രീതി ഏത്? ക്രിയാഗവേഷണം, പരീക്ഷണ രീതി, കേസ് സ്റ്റഡി, ആത്മനിഷ്ഠ രീതി. ആൻസർ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, കേസ് സ്റ്റഡി ആണ് അല്ലേ. അപ്പോൾ പഠിക്കാൻ മിടുക്കനായിരുന്ന ആദർശ് കുറച്ച് നാളായിട്ട് എന്താണ് പഠനത്തിൽ തീരെ ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ ആ കുട്ടിയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എന്തുകൊണ്ടാണ് കുട്ടി പഠിക്കുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കണം അല്ലേ. പതിവായിട്ട് വൈകിയാണ് ക്ലാസ്സിലേക്ക് എത്തുന്നത്. അപ്പോൾ എപ്പോഴും എന്താണ്? ഒറ്റയ്ക്ക് ഇരിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. സോ പെട്ടെന്നുണ്ടാകുന്ന ഈ സ്വഭാവ വ്യതിയാനത്തെക്കുറിച്ച് പഠിക്കാൻ ഏറ്റവും അനുയോജ്യമായ രീതി എന്ന് പറയുന്നത് എന്താണ്? കേസ് സ്റ്റഡി തന്നെയാണ് അല്ലേ. ഇനി അടുത്ത് നോക്കൂ. താഴെ കൊടുത്തവയിൽ തെറ്റായ ജോഡി തിരഞ്ഞെടുക്കുക. ക്രിയാഗവേഷണ സ്റ്റീഫൻ എം കോറി, പ്രക്ഷേപണ രീതി തീമാറ്റിക് പെർസെപ്ഷൻ ടെസ്റ്റ്, ക്ലിനിക്കൽ മെത്തേഡ് JL മൊറീനോ, ദെൻ സാമൂഹ്യ ബന്ധ പരിശോധന, ക്ലിക്കുകൾ. ഇത് തെറ്റായ പെയറാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഏതാണ് തെറ്റായ പെയർ? ഓപ്ഷൻ സി ആണ് അല്ലേ. അപ്പോൾ ക്രിയാഗവേഷണം എന്താണ്? സ്റ്റീഫൻ എം കോറിയുടെ തന്നെ കൺസെപ്റ്റാണ്. ഇതിന് പ്രക്ഷേപണ രീതി പ്രൊജക്റ്റീവ് ടെക്നിക്സുമായി ബന്ധപ്പെട്ടതാണ് തീമാറ്റിക് പെർസെപ്ഷൻ ടെസ്റ്റ്. ദെൻ ക്ലിനിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത് JL മൊറീനോ. അപ്പോൾ നമുക്കറിയാം സോഷ്യോമെട്രോ അല്ലെങ്കിൽ സാമൂഹ്യ ബന്ധ പരിശോധന, സോഷ്യോമെട്രിക് ടെക്നിക്സ് കൊണ്ടുവന്നത് ആരാണ്? JL മൊറീനോ ആണ് അല്ലേ. സോ ക്ലിനിക്കൽ മെത്തേഡ് അല്ല. സോ ഓപ്ഷൻ സി ആണ് കേട്ടോ തെറ്റ്. ദെൻ സാമൂഹ്യ ബന്ധ പരിശോധന ഈ സോഷ്യോമെട്രിക് ടെക്നിക്സിൽ പെട്ടതാണ് ക്ലിക്കുകൾ. സോ ഓപ്ഷൻ ഡിയും കറക്റ്റ് തന്നെയാണ്. സോ തെറ്റായ ഓപ്ഷൻ ഏതാണ്? എന്താണ്? JL മൊറീനോ ക്ലിനിക്കൽ മെത്തേഡ് എന്നും. അതേസമയം സാമൂഹ്യ ബന്ധ പരിശോധന JL മൊറീനോ പറയുകയാണെങ്കിൽ അത് കറക്റ്റാണ് കേട്ടോ. ഓക്കെ ആണല്ലോ, ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ 10 ചോദ്യങ്ങൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ക്ലാസ്സസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി ചെയ്യുക കേട്ടോ. കീപ് വാച്ചിങ് ഓൾ. താങ്ക്